ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ചായ കുടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഏട്ടനില്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാനും പിള്ളേർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ലേസി മോർണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പിള്ളേർ ഇവിടെ ടി വിയും കൊണ്ടിട്ടിരിപ്പുണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ രാവിലെ ചായ കുടിക്കാൻ ഭയങ്കര ത്വരയാണ്. അതുകൊണ്ട് രാവിലെ ഞാൻ ചായയും കുടിച്ചു കേട്ടോ. സാധാരണ ഇവർക്ക് കാപ്പി എടുക്കുന്ന സമയത്താണ് ഞാൻ ചായ കുടിക്കാറ്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് രാവിലെ തന്നെ ഞാൻ ചായ ഇട്ടും കുടിക്കും. ഇഡലി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇഡലിയും മീൻ കറിയും കഴിക്കാം എന്നാണ്. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് പണിയൊന്നുമില്ല കേട്ടോ. കറിയൊക്കെ ഇന്നലെ തന്നെ സെറ്റായിരുന്നു. അപ്പോൾ ഏട്ടൻ പോകുന്നതിന് മുമ്പ് ഏട്ടനാണെങ്കിൽ ഇന്നലെ മീനൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ മീനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ മോരുകറിയും ഉണ്ടായിരുന്നു, അതും ഇന്നലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇന്ന്. അതുകൊണ്ട് ഞാൻ കരുതി നമ്മളിതിനകത്തങ്ങ് ഒതുക്കാന്ന്, വേറെ ഒന്നും വെക്കുന്നില്ല. മീൻ കറിയും പിള്ളേർക്ക് മീനുണ്ടെങ്കിൽ മീൻ മതി, എനിക്ക് പിന്നെ മീനും മോരുകറി ഉണ്ടല്ലോ, വേറെ എന്ത് വേണം. അപ്പോൾ പിന്നെ അതാ ഇഡലിയും. ആരും മടിയാന്ന് വിചാരിക്കരുത് കേട്ടോ, മടിയൊന്നുമില്ല. അപ്പോൾ അതാ ഇഡലിയൊക്കെ എടുത്ത് വാങ്ങി വെച്ചിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ എല്ലാം ഇളക്കിയെടുക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് മീൻ കറി ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും നമ്മുടെ ഇഡലി ഒന്ന് തണുക്കട്ടെ. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ കടകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പച്ചവെള്ളത്തിലൊന്ന് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, പൈപ്പിനകത്തൊന്ന് കാണിച്ചിട്ട്. പിന്നെ നമുക്ക് അത്രയൊന്നും സാഹസത്തിൻ്റെ ആവശ്യമില്ല, കാരണം സമയമുണ്ട്. മീൻകറി തിളയ്ക്കാൻ സമയമുണ്ട്. നമ്മുടെ മീൻകറിയൊക്കെ ഇനി ചാറോട് കൂടിയാണ് കേട്ടോ. മീൻകറി തലേ ദിവസം വെക്കുകയാണെങ്കിൽ ചാറോട് കൂടിയേ വെക്കാറുള്ളൂ, കാരണം പിറ്റേ ദിവസം നമുക്ക് അതല്ല, എനിക്ക് മീൻ ചാറ് കൂട്ടി കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ചാറ് കുറച്ചുകൂടെ കൂടുതൽ വെക്കുന്നത്. അതുപോലെ പിറ്റേ ദിവസം നമ്മൾ പറ്റിച്ചെടുക്കുമല്ലോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഇഡലിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 പേർക്കും 3 ഇഡലി എടുത്തിട്ടുണ്ട്. ചെറിയ ഇഡലി ആയതുകൊണ്ടാണ് ഈ എണ്ണം കൂട്ടി എടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അവർക്ക് മീൻ ചാറ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കഷ്ണം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, കഷ്ണം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഞാനത് മുള്ളൊക്കെ എടുത്തു പിന്നെ അവർക്ക് വാരി കൊടുക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ ചാറ് ആണെങ്കിൽ പേടിക്കേണ്ടല്ലോ, മുള്ള് കൊള്ളുമെന്നൊന്നും പേടിക്കേണ്ട, ചാറ് മാത്രം കൂട്ടിയിട്ട് അവരും കഴിച്ചോളും. അപ്പോൾ അവർ 2 പേരും അവിടെ ഇരിക്കുകയാണ്. അവർക്ക് 2 പേർക്കും ഒരു പല്ലൊക്കെ തേച്ചിട്ട് രാവിലെ ഞങ്ങൾ സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അവധിയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ, മീൻസ് മോക്ക് സ്കൂളിൽ പോകേണ്ടാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഒറ്റയ്ക്ക് വാരി തിന്നുക. അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് വാരി തിന്നത്തില്ല, അവരല്ല കാശി വാരി തിന്നോളും. പക്ഷെ മോളെ കൊണ്ട് ഭയങ്കര പാടാണ്, 1 മണിക്കൂർ അവൾ എടുക്കും. അപ്പോൾ നമുക്ക് അത്രയും സമയമൊന്നും രാവിലെ കളയില്ലാത്തതുകൊണ്ട് രാവിലെ ഞാൻ വാരി കൊടുക്കലാണ് കേട്ടോ പതിവ്. രാവിലെ ആണെങ്കിലും രാത്രിയിലാണെങ്കിലും വാരി കൊടുക്കലാണ് പതിവ്. പിന്നെ സ്കൂൾ വിട്ടിട്ട് വരുന്ന സമയത്താണ് ഒറ്റയ്ക്ക് കഴിപ്പിക്കുക, കാരണം ഒരു നേരമെങ്കിലും ഒറ്റയ്ക്ക് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്, അവൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാശ് ഇരിപ്പിരിക്കത്തേ ഉള്ളൂ കേട്ടോ. ചില ദിവസങ്ങളിൽ അവന് ഞാനിങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കണം, അങ്ങനെയൊക്കെ. അപ്പം അവർക്കുള്ള ചായയും കൂടെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ചായയും അതുകൂടെ കഴിച്ചോളൂ. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അവർ കഴിക്കുന്ന സമയം ഞാനിവിടെ കഴിച്ചേക്കാമല്ലോ. ഇഡലിയാണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അവർ തന്നെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ, മീൻചാറും ഇഡലിയും കൂടെ ഞാനും എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിരുന്നു. ഇനി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ അലക്കലാണ് കേട്ടോ. കുറേ തുണി ഉണ്ട് അലക്കാൻ വേണ്ടിയിട്ട്. തുണി അലക്കുക, പിന്നെ അകത്തൊന്ന് വൃത്തിയാക്കുക, തൂക്കുക, തുടയ്ക്കുക, അതൊക്കെയാണ് കേട്ടോ. അല്ലാത്ത പണികളൊന്നും, കാരണം ഒന്നാമത് മഴയാണ്, പുറത്ത് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും രാവിലെ രാത്രി മൊത്തം മഴയായിരുന്നു തോന്നുന്നു. രാവിലെയും ആ മഴയുടെ ഒരു മൂടാപ്പാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് റെഡി ആയിട്ടില്ല, കറികൾ മാത്രമേ സെറ്റായിട്ടുള്ളൂ. അപ്പോൾ ചോറുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റും അടുക്കളയിൽ നിന്ന്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അരിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ട്രൈപോഡൊക്കെ ഉണ്ടായിട്ടും ട്രൈപോഡ് യൂസ് ചെയ്യാതെ കൈ കൊണ്ടിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് പാടുപെടുന്നത് ഞാനിവിടുന്ന്. അപ്പോൾ അരിയൊക്കെ വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, റൈസ് കുക്കറിനകത്തോട്ട് ഇറക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ രാവിലെ വെക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കാൻ നേരത്തെ അതൊന്നുകൂടി ചൂടാക്കാൻ നിൽക്കത്തില്ല കേട്ടോ. ഊറ്റത്തേ ഉള്ളൂ. നമ്മൾ രാത്രി വെക്കുകയാണെങ്കിൽ രാവിലെ ഒന്ന് വീണ്ടും ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കണം. ഇതിപ്പോൾ നമ്മളിപ്പം തന്നെ എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം, അപ്പോൾ തന്നെ ഊറ്റിയാൽ മതി കേട്ടോ. അല്ലാതെ പിന്നെ തിളപ്പിക്കാൻ ഞാൻ പോകൂല. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ പക്ഷേ പിന്നെ തിളപ്പിക്കത്തില്ല രാവിലെ ചോറ് വെക്കുകയാണെങ്കിൽ. അപ്പോൾ തുണി കണ്ടോ, ഒരു കൂന തുണിയുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസവും മഴ കാരണം നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ 2 ദിവസമൊക്കെ ഇട്ടിട്ടാണ് ഈ തുണി അലക്കിയെടുക്കുക. മഴ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഫുള്ള് പായൽ. ഇത് കഴിഞ്ഞ
ഒരാഴ്ച മുമ്പാണ് കേട്ടോ ഇവിടുത്തെ പോച്ച മൊത്തം ഞങ്ങൾ പറിച്ചത്. ഞാൻ ഏട്ടനോട് ഒരു അവധിയുള്ള ദിവസം മൊത്തം പറിച്ചതാണ്. എന്നിട്ട് വീണ്ടും പോച്ച കയറിയിട്ടോ അവിടെ ഫുള്ള് പുല്ലാണ്, അതുപോലെ തെന്നി തെറിച്ച് കിടക്കുകയാണ് കേട്ടോ. മഴയായിട്ട് നമുക്ക് പുറത്തിറങ്ങിയാൽ അത് വൃത്തിയാക്കലും കാര്യങ്ങളും നടക്കൂല. അപ്പോൾ ദാ എൻ്റെ തുണി ഞാൻ കഴുകൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിങ്ങിലാണ്. ഞാൻ പിള്ളേർ ഇവിടെ നല്ല തകർത്ത് വാരി കളിക്കുകയാണ് കേട്ടോ. മഴയൊന്ന് തോന്നി നിൽക്കുന്ന സമയമായതുകൊണ്ടാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്തത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നിർത്തിയത്. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് രാവിലെ കുഞ്ഞ് സ്കൂളിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പം തുണി കഴുകലാണ് കേട്ടോ ഞങ്ങൾക്ക് ബാക്കി. ഇന്ന് ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് കുറേ പുല്ലൊക്കെ അവിടെ ഇവിടെയൊക്കെ വളർന്നിപ്പോൾ അതൊക്കെ കുറേയൊക്കെ പറിച്ചു. ഇനിയൊക്കെ കുറേയൊക്കെ പറിച്ച് കഴിയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, മഴ ആയതുകൊണ്ട് വീണ്ടും 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 വളർന്നു വരുന്നില്ല. അത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. മഴ മാറാതെ ഇത് നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ഇങ്ങോട്ട്. ഇന്നിപ്പം കർക്കിടകം 1 ഗെയ്സ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം കർക്കിടകം 1 കേട്ടോ. ഇന്നലെ അകത്തൊക്കെ ഇന്നലെ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അകമൊക്കെ ഇന്നലെ വൃത്തിയാക്കി. പക്ഷെ പുറം പുല്ലാണ് മെയിനായിട്ട്. അതുപോലെ എനിക്ക് അപ്പുറത്ത് ബാഗ് വശമൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പേടിയാണ്. വല്ല പാമ്പോ വഴുതരികളോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഏട്ടനുള്ളപ്പോഴാണ് സാധാരണ അവിടെയൊക്കെ വൃത്തിയാക്കൽ കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ഒന്നും ഏട്ടനില്ല. അപ്പോൾ ഇനി ഈ ആഴ്ചയുള്ള ഏട്ടന് ഫ്രീ ആവുന്നത്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും കൈയടത്തിട്ടില്ല. പക്ഷെ ഇങ്ങോട്ടൊക്കെ കുറേ പുല്ലൊക്കെ പിഴുത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം തുണി കഴുകാനുണ്ട്. അന്നത്തെ വീഡിയോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ തുണി കഴുകിയിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യായിരുന്നു. അതെ, ഇന്നിനിയും തുണി കഴുകാനുണ്ട്. ഞാനും കാശി മാത്രമേ ഉള്ളൂ കേട്ടോ. ഹായ്. ഞങ്ങൾ തുണിയൊക്കെ കഴിഞ്ഞു. ആ തുണിയൊക്കെ കഴിഞ്ഞ് വിരിച്ചു. ഞാൻ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ഞാൻ പുല്ലെടുത്തായിരുന്നു കേട്ടോ. വീണ്ടും അത് കിളിച്ച് വരുവാണ്. പിന്നെ ഇവിടെയൊക്കെ അത് തൂത്തൊന്നുമില്ല. മഴയൊക്കെ മാറിയിട്ട് വേണമെങ്കിൽ തൂക്കാൻ. തുണിയൊക്കെ കഴുകിയിട്ട് കാശി ഇവിടെ കാശിമ ചോക്കോഷ് ആണെങ്കിൽ മോട്ടർ ഇട്ടിട്ട് നിൽക്കുകയാണ്. വെള്ളം നിറഞ്ഞിട്ടാണെങ്കിൽ കയറി പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം പ്രത്യേകിച്ച് ഇനിയും കാശിനെ ഉറക്കണം. എന്നിട്ട് എനിക്ക് ലൈവ് കയറണം. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും ഫുഡ് കഴിക്കാൻ നേരത്തെ നമുക്ക് കാണാം കേട്ടോ. കുറച്ച് ദിവസത്തെ വീഡിയോസ് ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബ്ലോഗ് ഇന്ന് ചെയ്തിരിക്കുന്നത്. കാരണം ഞാനന്ന് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ അങ്ങ് മറന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്കിലായി പോവും. അതുകൊണ്ട് പിന്നെ അങ്ങ് വിടും. അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ ഇത് രാവിലത്തെയാണ് കേട്ടോ. രാവിലെ ആ മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തേന് ഉള്ളിക്കറി വെക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുക്കറിനകത്ത് ഉള്ളിക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുക്കറിനകത്ത് പോപ്കോൺ ഇല്ലേ, ആ പോപ്കോൺ ഇങ്ങനെ പൊരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ കുക്കറിനകത്ത് ഇങ്ങനെ കളർ വരിക. അത് ഞാൻ ശ്രദ്ധിച്ചതാണ് കേട്ടോ. നമ്മൾ ആ പോപ്കോൺ ഉണ്ടാക്കി കഴിഞ്ഞ 2 ദിവസം നമ്മുടെ കുക്കറിനകത്ത് ഈ കളർ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കെല്ലാം അറിയുന്നവരുണ്ടെങ്കിൽ പറയാം. അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഉള്ളിക്കകത്ത് തന്നെ നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ കുക്കറിനകത്ത് ഒന്ന് വാടാൻ വേണ്ടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ആവശ്യത്തിനുള്ള പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ആവിക്കൊള്ളാം, ഒന്ന് പൊടിയൊന്ന് മൂക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടെ വെക്കും കേട്ടോ. എന്നിട്ട് പ്രത്യേകിച്ച് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കും. ചിലപ്പോൾ അറിയത്തില്ല ഇത് അടുക്കി പിടിക്കുമോ നമുക്ക് അറിയാൻ പറ്റൂല. കാരണം നമ്മളിങ്ങനെ വഴറ്റി കുറച്ച് നേരം അങ്ങനെ അടച്ചു വെക്കുന്നുണ്ട് ഈ ഉള്ളിക്കകത്ത വെള്ളമൊക്കെ വറ്റുന്നുണ്ടല്ലോ. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ കുക്കർ അടച്ചു വെച്ച് കഴിയുമ്പോൾ പിന്നെ വെള്ളം കാണത്തില്ല. അപ്പം നമ്മൾ ഒരു തുള്ളി മീൻസ് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കും. ഒരു 1/4 ഗ്ലാസ് വെള്ളം അത്രേ കാണത്തുള്ളൂ കേട്ടോ. അത്രേ ഒഴിച്ചു കൊടുക്കത്തുള്ളൂ. അത്രയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിനകത്ത് ഒരു 2-3 വിസിൽ ഞാൻ അടുപ്പിക്കും. 2-3 വിസിൽ അടുപ്പിക്കുമ്പോഴത്തേനും ഉള്ളി നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിനകത്ത് വിസിലടുപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കിയെടുക്കുന്ന ദോശ. ഇന്നലെ തന്നെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ചോറുകൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം. ചുടുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇതാ നാരങ്ങ അവിടെ കിടക്കുന്നുണ്ടോ, അത് വെള്ളം കുടിക്കാൻ വേണ്ടി ഇന്നലെ വാങ്ങിച്ച നാരങ്ങ അതെങ്ങനെയോ അവിടെ വന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കുക്കർ നോക്കിയപ്പോൾ കുക്കറിനകത്ത് ഉള്ളിയൊക്കെ ഏകദേശം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് കടു പൊട്ടിച്ചൊഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കുക. സാധാരണ കടു പൊട്ടിക്കുന്നതാണ് പോലെ തന്നെ അതുപോലെ തന്നെ കടുവൊക്കെ പൊട്ടിച്ച്
നമുക്കിത് അങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ, വേറെ ഒന്നുമില്ല. ഇനി ഇച്ചിരി നമുക്ക് വെള്ളം പോലെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് മുട്ടക്കറി ആക്കി എടുക്കാം കേട്ടോ. അവിടെ ആണെങ്കിൽ പിള്ളേർ നല്ല വോളിയത്തിൽ ടി വി വെച്ചേക്കുവാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അല്ലാതെ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് അല്ലാതെ കൊടുക്കാതിരുന്നത്, ഓൺ വോയിസ് അപ്പം തന്നെ കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. ആ കുറച്ച് ഒരു നുള്ളി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, അതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇനി മുട്ട പുഴുങ്ങിയതോടെ ചേർത്ത് കൊടുക്കാം. ഞാനാണെങ്കിൽ മുട്ടയൊന്ന് വഴഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അല്ല രണ്ടായിട്ട് മുറിച്ചിടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇതാണെങ്കിൽ മറ്റേ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഉള്ളിക്കറിയില്ലേ, മുട്ടക്കറിയില്ലേ, അതുപോലെ ഒരു ടേസ്റ്റ് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ, മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. മസാലപ്പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം. കുരുമുളക് വേണ്ടവർക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുരുമുളകൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇവിടെ ആണെങ്കിൽ എല്ലാം തന്നെ ഞാൻ വെക്കുന്ന കറികൾക്കെല്ലാം കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒരുപടി മുന്നിലാണ്. കാരണം എനിക്ക് കുരുമുളക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാരി ചേർക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഇഷ്ടം, എല്ലാവർക്കും അത് ടേസ്റ്റ് എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ കുരുമുളക് ചേർത്തിട്ടില്ല കേട്ടോ. മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ആ മുട്ടയൊക്കെ നമ്മുടെ മുട്ടക്കറിയൊക്കെ നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പവും കൂടെ ചുട്ടെടുത്തതോടെ നമ്മുടെ ഇന്നത്തെ പണി ഇത് കഴിഞ്ഞിട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ ഏകദേശം ഓക്കെ ആവും. പിന്നെന്താ, കൈയോടെ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കും. ഈ അപ്പം ചുട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ അപ്പം ഇരിക്കും കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അരമുറി തേങ്ങയും അതുപോലെ കുറച്ച് ഒരു തവി ചോറൂട് ചേർത്തിട്ട് രാവിലെ തന്നെ പച്ചരി അരച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് കുറേ നേരം ഇരിക്കണമെന്നില്ലല്ലോ, ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അത് നല്ലതാണ് കേട്ടോ. ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അപ്പം ചുട്ട് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ ഞാൻ കൈയോടെ തന്നെ അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. ഇനിയും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമുക്കിത് കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പണികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല, പല ദിവസത്തെ വീഡിയോകളെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് ഞാൻ വീഡിയോ സെറ്റാക്കിയതാണ് കേട്ടോ. എല്ലാ ദിവസവും ഇനി വീഡിയോ ഇടണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്താൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോസ് എല്ലാ ദിവസവും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗിനകത്ത്. ഇത്രയൊക്കെ കാര്യങ്ങൾ അടക്കിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് ലെങ്ത് ആക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള അപ്പവും മുട്ടക്കറിയും കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.